ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടല്ലോ ബേക്കിംഗ് ക്ലാസ് എങ്ങനെ വേണം എന്നൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് പബ്ലിക്കായിട്ട് ചെയ്യൂ പബ്ലിക്കായിട്ട് ചെയ്യൂ. ഓക്കെ, നമുക്ക് പബ്ലിക്കായിട്ട് ചെയ്യാം. കാണാൻ നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് പബ്ലിക്കായിട്ട് ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഈ പബ്ലിക്കായിട്ട് ക്ലാസ് ചെയ്യാൻ തീരുമാനമായി. ഇനി അടുത്തത് നമുക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ശരിക്കും ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എന്തൊക്കെ വേണം തയ്യാറെടുപ്പുകൾ. അപ്പോൾ ഞാൻ മാത്രം നടത്തിയാൽ പോരാ, ഉണ്ടാക്കേണ്ട നിങ്ങളും കൂടെ ഒന്ന് തയ്യാറെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, ഒരു കേക്ക് ഉണ്ടാക്കാൻ നമ്മളെ കയ്യിൽ എന്തെല്ലാം വേണം അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് കുക്കറിൽ വെച്ചിട്ടാണ്. മെഷറിങ് ഒന്നും ഉണ്ടായില്ല. ഗ്ലാസ്സിൽ അളന്നെടുക്കുക, എന്നിട്ട് അത് നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യുക. അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഉള്ളവർക്കാണ് എൻ്റെ കേക്കുകൾ ഫസ്റ്റ് ഞാൻ സെയിൽ ചെയ്തത്. അപ്പോൾ അവിടുന്ന് അവർ തന്ന ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ ആദ്യത്തെ മുതൽ മുടക്ക്. നമ്മൾ കേക്ക് വിറ്റിട്ട് അതിൽ നിന്നുള്ള പൈസയിൽ നിന്നാണ് കേക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇന്ന് വരെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ചെയ്തത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഏത് കേക്കാണ് അന്ന് ചെയ്തതെന്നുള്ളതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് എൻ്റെ ഏണിങ്സ് വന്നത് ഏത് കേക്കിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൈ വെച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ കേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമ്മളെ കയ്യിൽ ഒരു സാധനവും ഇല്ല. അത് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് സംസാരിക്കാമല്ലോ എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് മെഷറിങ് കപ്പ് അധികം വിലേൻ്റെ ഒന്നും വാങ്ങണമെന്നില്ല. അയ്യോ, ഇതിട്ടൊക്കെ തെറ്റിപ്പോയി. അധികം വിലേൻ്റെ ഒന്നും വേണ്ട, നമുക്കിപ്പോൾ ആ കാര്യം നടന്നാൽ മതിയല്ലോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുകയല്ലേ, പഠിക്കുന്ന സമയത്ത് നമുക്ക് തൽക്കാലം ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു മെഷറിങ് കപ്പ് വാങ്ങിച്ചാൽ മതി. ഇതിന് എത്ര പൈസ ഓർക്കുന്നില്ല, പക്ഷെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, കേക്കിൻ്റെ ഷോപ്പുകളിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിൽ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സെറ്റായിട്ട് സാധനം കിട്ടും. കോംബോ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര യൂസ് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ മെഷറിങ് കപ്പ് വാങ്ങിച്ചാൽ അത് വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, അത് കറക്റ്റ് ആയിരിക്കുമോ അങ്ങനത്തെ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം വരും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ, അത്ര പൈസ ഇതിന് വരുന്നുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ വേണ്ടത് ഇതുണ്ടെങ്കിൽ നല്ല യൂസ് ആയിരിക്കും കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമല്ല പറയുന്നത്, ഇതുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പായിരിക്കും. ഇങ്ങനത്തെ ഒരു വിസ്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇതിൻ്റെ കമ്പി അത്യാവശ്യം കട്ടിയുണ്ട്. ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഇത് പോകുന്നില്ലല്ലോ, താഴോട്ടേക്ക് അമരുന്നില്ല. പക്ഷേ ചിലതുണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വീർത്തിങ്ങ് വരും. അങ്ങനത്തെ വിസ്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് അങ്ങനത്തെ ഒരു വിസ്ക് ആയിരുന്നു, അത് പൊട്ടിപ്പോയി. ഇത് എനിക്ക് അച്ഛൻ കൊണ്ട് തന്ന കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, ഇത് ഞാൻ കുറച്ചായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വിസ്ക് നിങ്ങൾ നോക്കി വാങ്ങാം. അത് പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സാധനം സ്പാച്ചുല എന്നാണ് ഇതിന് പറയാം. സ്പാച്ചുല എന്ന് വെച്ചാൽ TULA, അതാണ് കേട്ടോ സ്പാച്ചുല ആ സാധനം. ഇപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് കേക്കിന് മാത്രമല്ല എന്തിനും ഈ ക്ലീനിങ് പരിപാടിക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കിച്ചണിലേക്ക് പൊതുവായിട്ട് ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്, കേക്കിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഉണ്ടെങ്കിലും ഭയങ്കര യൂസ് ആയിരിക്കും. അപ്പം അതോടെ നിൽക്കട്ടെ. പിന്നെ കേക്ക് ടിന്നിൻ്റെ കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുക്കറിൽ ചെയ്യാം. കുക്കറിൽ ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചതിന് ശേഷം കേക്ക് ടിന്നിൽ ചെയ്യാം, അതല്ലേ നല്ലേ. പിന്നെ ഈ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാതെയാണ് ഞാൻ അന്ന് ചെയ്തത്. മോൻ്റെ നോട്ട്ബുക്കിൽ നിന്ന് പേപ്പർ വരച്ചിട്ട് എണ്ണ തേച്ച് ബട്ടർ പേപ്പർ ആക്കും. അപ്പോൾ ഇങ്ങനത്തെ ബട്ടർ പേപ്പർ നമുക്ക് ഒരു ഷീറ്റിന് ചെറിയ 5 രൂപ കുറഞ്ഞ എന്തോ ഒരു റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ബട്ടർ പേപ്പറും വാങ്ങും. ഇതൊക്കെ വാങ്ങി വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ത്രില്ലായിരിക്കും. കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണല്ലോ, എൻ്റെ വീട്ടിലും ഇതൊക്കെ വാങ്ങിയല്ലോ. എനിക്കങ്ങനെയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കാം. പിന്നെ കുക്കർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കേക്ക് ഉണ്ടാക്കിയ കുക്കർ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് ശേഷം എത്ര കുക്കർ വാങ്ങിയാലും ഇതെൻ്റെ അമ്മേൻ്റെ കുക്കറാട്ടോ. അമ്മയ്ക്ക് ഈ എന്തോ വാങ്ങിച്ച സമയത്ത്, ഗ്യാസ് അടുപ്പ് വാങ്ങിച്ച സമയത്ത് ഫ്രീ കിട്ടിയ കുക്കറാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ വാങ്ങിയ പൈസ എന്തോന്നും ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ ചേർത്തതിൽ കേട്ടോ. അപ്പോൾ ഇത് 1/2 ലിറ്ററാണോ 1 ലിറ്ററാണോ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ഇത് അത്രയും കുഞ്ഞി കുക്കർ കണ്ടോ, മനസ്സിലാവുന്നില്ല ഇതിൻ്റെ വലുപ്പം. ഇത്രയേ ഉള്ളൂ, ഇത്ര നമ്മളെ കയ്യിൻ്റെ ഇത്ര. ഈ ഒരു കുക്കറിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വിസിൽ ഊരും കേട്ടോ. വിസിലില്ലാണ്ടാണ് നമ്മൾ എടുക്കുക. ഇതാ കുഞ്ഞി കുക്കർ, ഇതുപോലത്തെ കുക്കർ. ഇതിൽ മാത്രമല്ല വലുതിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചില സമയത്ത് അമ്മ പച്ചക്കറി ഉണ്ടാക്കാൻ എടുത്തോണ്ടു. ഞങ്ങൾ അത്ര ആൾക്കാരേ ഉള്ളൂ വീട്ടിൽ, അതുകൊണ്ട്
ഇപ്പോൾ പച്ചക്കറി ഉണ്ടാക്കാൻ എടുത്തോണ്ട് പോകുമ്പോൾ ഞാൻ ഇത് കിട്ടൂലല്ലോ. അത് മാത്രമല്ല കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരൂലേ, വിസിലിൻ്റെ അതിൽ നോക്കാം. അപ്പോൾ ആ സമയത്ത് അപ്പോൾ കുക്കർ വേണ്ടല്ലോ, കുക്കർ അത് വലിയ കുക്കറായാലും 1 ലിറ്ററിൻ്റെ കുക്കറായാലും ഏതായാലും കുഴപ്പമില്ല. നമ്മളിത് വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ വെക്കുക. ഇതിൽ ബട്ടർ പേപ്പർ ഇടുക, അല്ലെങ്കിൽ എണ്ണ തടവിയിട്ട് മൈദ ഇട്ടിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാ ജസ്റ്റ് കേട്ടോ. കേക്ക് ടിന്നുള്ളവർക്ക് അതെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്താ പറയുക, ചൂട് പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഫ്രൈ പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വട്ടേൻ്റെ മൂടിയൊക്കെ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യുക കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ സാധനം എടുത്ത് വെക്കുന്നത്. ഭയങ്കര ഗ്ലാമറായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് കരുതി വെക്കേണ്ടത്. പിന്നെ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ബേക്കിംഗ് പൗഡർ വേണോ? വേണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൈ പണിയാവും. എൻ്റെ കൈയാണെങ്കിൽ ഇതാ കമ്പിയെല്ലാം ഇട്ട് അടിപൊളിയാക്കി വെച്ച കൈയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യാം. ഫസ്റ്റ് ബീറ്ററൊന്നും വേണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ വാങ്ങി വെച്ചോ, എന്തായാലും വാങ്ങി വെച്ചോ. നമുക്കിനി എന്തെല്ലാം പഠിക്കാനിരിക്കുന്നു. ഈ ഒരു കേക്ക് മാത്രമല്ല, നമുക്ക് ബ്രൗണി പഠിക്കാനുണ്ട്, കുക്കീസ് പഠിക്കാനുണ്ട്, പിന്നെന്താ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പഠിക്കാനില്ലേ. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ക്ലാസ് അടിപൊളിയായിട്ട് നിങ്ങളെല്ലാം കട്ടയ്ക്ക് നിൽക്കണം. എനിക്ക് ഭയങ്കര ത്രില്ലിലാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ക്ലാസ്സിന്. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഓൺലൈനിൽ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓൺലൈനിൽ വാങ്ങിക്കുക, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങണ്ടേ. അപ്പോൾ ക്ലാസ് തുടങ്ങാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് പറയാൻ വാക്കുകളൊന്നുമില്ല, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി പഠിക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഈ സാധനങ്ങൾ: 1 മെഷറിങ് കപ്പ് വാങ്ങി വെക്കുക, 2 വിസ്ക്, ഇതൊന്നുമില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിസ്ക് ഇതുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതാ സ്പാച്ച് കുട്ടൻ, ഇത് ബട്ടർ പേപ്പർ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഒരു കുക്കറൊക്കെ സെറ്റാക്കി വെച്ചോട്ടോ. കുക്കർ പഴയ ഫ്രൈ പാനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചോ. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം എന്തൊക്കെ വേണം എന്നുള്ളത്. പിന്നെ ഇപ്പം കാണിച്ച ഇത്രയും സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്ത് എഴുതിയിടാം. നിങ്ങളതൊക്കെ ഒന്ന് വാങ്ങി സെറ്റാക്കി വെക്കണം. ഉള്ളവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ.